നമസ്കാരം. ഫെബ്രുവരി 2017 SSLC മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് മാത്തമാറ്റിക്സ് ഗണിതശാസ്ത്ര ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്കും മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഉപകരിക്കുന്ന രീതിയിലാണ് ഈ വീഡിയോയിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നാം ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട്. ഓക്കെ, പൊതുവെ ഈ പരീക്ഷ കഴിഞ്ഞതിനു ശേഷം, ഫെബ്രുവരിയിലെ മോഡൽ പരീക്ഷ കഴിഞ്ഞതിനു ശേഷം അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും മാത്സ് പരീക്ഷയെക്കുറിച്ചുള്ള പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ, ഇത് സാധാരണ പ്രതീക്ഷിച്ചതിലും കുറച്ചുകൂടി ഒരു ടഫായിട്ടുള്ള ഒരു ചോദ്യപേപ്പർ ആയിരുന്നു എന്നാണ്. അതായത് വിദ്യാർത്ഥികളുടെ ഒരു പ്രതീക്ഷയും ഒരു കോൺഫിഡൻസും തകർക്കുന്ന രീതിയിൽ കുറച്ച് ഹൈ സ്റ്റാൻഡേർഡായ ചോദ്യപേപ്പർ ആയിരുന്നു ഇതെന്നുള്ളതാണ്. ഏതായാലും പൊതുപരീക്ഷയ്ക്ക് പബ്ലിക് പരീക്ഷയിൽ ഒന്നും കൂടി എളുപ്പമുള്ള ഒരു ചോദ്യപേപ്പർ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും വരുന്ന പരീക്ഷയ്ക്ക് വേണ്ടി നല്ലൊരു പ്രിപ്പറേഷൻ നടത്തേണ്ടതുണ്ട്. അതിന് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തീർച്ചയായും ഇതിലുള്ള ഓരോ ക്വസ്റ്റ്യനുകളും എങ്ങനെയാണ് അതിൻ്റെ ഉത്തരമെന്ന് കണ്ടെത്തി പഠിച്ച് വേണം പൊതുപരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഈ വീഡിയോയിൽ നാം മലയാളത്തിലും ഇംഗ്ലീഷിലും ഈ ഓരോ ചോദ്യത്തിനുമുള്ള വിശദീകരണങ്ങൾ ആണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. തുടർന്നുള്ള വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചോദ്യപേപ്പറിൻ്റെ തുടക്കത്തിൽ കുറച്ച് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതെല്ലാ വിഷയത്തിലും ഉള്ളതാണ് എങ്കിലും ഇതിൽ ചില നിർദ്ദേശങ്ങൾ വിഷയത്തിന് പ്രത്യേകമായി, ചില നിർദ്ദേശങ്ങൾ ഓരോ വിഷയത്തിനും പ്രത്യേകമായിട്ടുള്ളതുണ്ടാവും. ഇവിടെ നോക്കൂ, ഇതിലെ 4ാമത്തെ നിർദ്ദേശം, ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മാത്സിന് മാത്രമായിട്ടുള്ള നിർദ്ദേശമാണിത്. ചോദ്യത്തിൽ പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ √2 π മുതലായ സംഖ്യകൾ ഉത്തരങ്ങളിൽ അതുപോലെ തന്നെ എഴുതാം. അവയുടെ ദശാംശ രൂപം ഉപയോഗിക്കേണ്ടതില്ല. ഓക്കെ, ഇത് നമ്മുടെ മനസ്സിൽ വെക്കുക. എന്തിനാണെന്ന് ചോദിച്ചാൽ മാത്സിൽ 80 മാർക്കാണ് ടോട്ടൽ. 2.5 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ എല്ലാത്തിനും വിശദീകരിച്ച് ഉത്തരം എഴുതാൻ പോയാൽ നമ്മുടെ ടൈം തികയുകയില്ല. അതുകൊണ്ട് ചെറിയ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ഒക്കെ ചോദ്യത്തിൽ വെറുതെ √2ൻ്റെയും പൈയുടെയും ദശാംശ രൂപം 1.141 അതുപോലെ 3.14 എന്നുള്ള വിലകൾ കൊടുത്ത് എക്സ്പാൻഡ് ചെയ്ത് എഴുതേണ്ടതില്ല. അങ്ങനെ ചെയ്യുക മൂലം നിങ്ങളുടെ സമയം കുറയും. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ചോദ്യം അധികം വിശദീകരിക്കേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങളെല്ലാവരും ചോദ്യപേപ്പർ കണ്ടിട്ടുണ്ടാകും. ഒന്നാമത്തെ ചോദ്യത്തിൽ 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ ഓരോ ചിത്രത്തിലും എത്ര വീതം തീപ്പെട്ടിക്കൊള്ളികളാണ് ഉള്ളതെന്ന് എണ്ണി നോക്കുക. എന്നിട്ട് ചോദ്യം അടുത്ത രൂപമുണ്ടാക്കാൻ എത്ര കോലുകൾ വേണം? ഓക്കെ. ബി, ഇങ്ങനെ തുടർന്നാൽ 1, 2, 3 എന്നീ സംഖ്യകളും 1-ാം രൂപം, 2-ാം രൂപം, 3-ാം രൂപം എന്നിങ്ങനെയുള്ള രൂപങ്ങളിൽ ഉപയോഗിച്ച കോലുകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം എന്താണ്? 3ാമത്തെ ചോദ്യം, കോലുകളുടെ എണ്ണം ക്രമമായി എഴുതിയാൽ കിട്ടുന്ന ശ്രേണിയുടെ n-ാം പദം കണ്ടുപിടിക്കാനുള്ള ബീജഗണിത വാചകം എന്താണ്? ഓക്കെ, നമുക്ക് ഇംഗ്ലീഷിലും ചോദ്യം ഒന്ന് നോക്കാം. ഓക്കെ, മാച്ച് സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച 3 ചിത്രങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ഹൗ മെനി മാച്ച് സ്റ്റിക്സ് ആർ നീഡഡ് ഇൻ ദി നെക്സ്റ്റ് ഫിഗർ? ഇങ്ങനെ തുടർന്നാൽ അടുത്ത ഫിഗറിൽ എത്ര മാച്ച് സ്റ്റിക്സുകൾ വേണമോ? രണ്ടാമത്തെ ബി, if we continue this, what's the relation between the numbers 1, 2, 3 and the number of matchsticks used in figure 1, figure 2 and figure 3 and so on? ഓക്കെ, ഈ ക്രമം തുടർന്നു പോവുകയാണെങ്കിൽ 1, 2, 3 എന്ന സംഖ്യകളും ഈ ഓരോ ഫിഗറിലും ഉപയോഗിച്ച മാസ്റ്റിക്കുകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം, റിലേഷൻ, അതാണ് രണ്ടാമത്തെ ബി ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സി, if you write the number of matchsticks in order
What's the algebraic expression to find the nth term of this sequence? ഓക്കെ, ഇതിലെ ഓർഡർ ആയിക്കൊണ്ട് ഈ മാത്തമാറ്റിക്സുകളുടെ എണ്ണം നമ്മൾ എഴുതുകയാണെങ്കിൽ അതിലെ nth ടേം കണ്ടുപിടിക്കാനുള്ള ആൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, നമുക്ക് ചോദ്യം വിശകലനം ചെയ്യാം. ഇതിൽ ആദ്യത്തെ ചിത്രത്തിൽ എത്ര മാത്തമാറ്റിക്സ് ഉണ്ട്? ആദ്യത്തെ ചിത്രത്തിൽ എത്ര തീപ്പെട്ടിക്കൊള്ളികൾ? 9 തീപ്പെട്ടിക്കൊള്ളികളുണ്ട്. രണ്ടാമത്തെ ചിത്രത്തിൽ അത് 12ആയി. മൂന്നാമത്തെ ചിത്രത്തിൽ അത് 15ആയി. അതായത് 9, 12, 15. അത് നമുക്ക് ഓർഡറിൽ ഇങ്ങനെ എഴുതാം: 9, 12, 15. ഇനി തുടർന്ന് വരുന്ന സംഖ്യയാണ് ഒന്നാമത്തെ എ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ 9ഉം 12ഉം തമ്മിലുള്ള വ്യത്യാസം 3 ആണ്. 12ഉം 15ഉം തമ്മിലുള്ള വ്യത്യാസവും 3 ആണ്. അതായത് ഈ ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണ്, ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത പദം കിട്ടാൻ ഇവിടെ 15ഉം 12ഉം തമ്മിലുള്ള വ്യത്യാസം, അതായത് പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് 3 ആയതുകൊണ്ട് 15നോട് 3 കൂട്ടിയാൽ നമുക്ക് അടുത്ത ഫിഗർ, അടുത്ത ചിത്രം വരയാനുള്ള മാത്തമാറ്റിക്സുകളുടെ എണ്ണം കിട്ടും. അതായത് 15. എ ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് 15 + 3 = 18. ഓക്കെ, ബി ക്വസ്റ്റ്യനിൽ ഒരുപാട് കുട്ടികൾ എഴുതിയിട്ടുള്ള ഒരു തെറ്റായ ഉത്തരമാണ് ഇത്. ഓക്കെ, 1, 2, 3 എന്ന തുടങ്ങിയ സംഖ്യകളും തീപ്പെട്ടിക്കൊള്ളികളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം ഒരുപാട് കുട്ടികൾ ഇങ്ങനെ തെറ്റായിട്ട് എഴുതാൻ സാധ്യതയുണ്ട്. 1ഉം 8ഉം കൂട്ടിയാൽ 9 ആണ്. അതുപോലെ 2ഉം 10ഉം കൂട്ടിയാൽ രണ്ടാമത്തെ ചിത്രം നിർമ്മിക്കാൻ ആവശ്യമായ 12 എന്ന അർത്ഥത്തിൽ ഇങ്ങനെ. പക്ഷെ ഇത് തെറ്റായിട്ടുള്ള ഉത്തരമാണ്. ഓക്കെ, ശരിയായിട്ടുള്ളത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെ തുടർന്നാൽ 1, 2, 3 എന്നീ സംഖ്യകളും ഒന്നാം രൂപം, രണ്ടാം രൂപം, മൂന്നാം രൂപം എന്നിങ്ങനെയുള്ള രൂപങ്ങളിൽ ഉപയോഗിച്ച കോലുകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധമാണ്. ഓക്കെ, ഇതിനു വേണ്ടി നമുക്ക് ഈ ഓരോ 9, 12, 15 ഓരോ ചിത്രത്തിലും ഉപയോഗിച്ച തീപ്പെട്ടിക്കൊള്ളികളുടെ എണ്ണത്തെ ഒന്ന് വേറൊരു രീതിയിൽ എഴുതി നോക്കാം. 9നെ നമുക്ക് 3 × 1 + 6 എന്ന് എഴുതിക്കൂടെ? 3 1 3 ആണ്. 3നോട് 6 കൂട്ടിയാൽ 9 കിട്ടും. ഓക്കെ, രണ്ടാമത്തെ ചിത്രത്തിൽ ആവശ്യമായ തീപ്പെട്ടികളുടെ എണ്ണം 12. 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 2 + 6. 3 2 6 ആണ്. 6ഉം 6ഉം കൂട്ടിയാൽ നമുക്ക് 12 കിട്ടും. ഓക്കെ, മൂന്നാമത്തേത് അതുപോലെ 15നെ നമുക്ക് 15 = 3 × 3 + 6 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ പൊതുവായിട്ടുള്ള ബന്ധം നമുക്ക് മനസ്സിലാകുന്നതാണ്. ഓക്കെ, ഇതിൽ നിന്ന് മനസ്സിലാകുന്നില്ലേ? ഓക്കെ, 1, 2, 3 തുടങ്ങിയ സംഖ്യകളും അതുപോലെ ആവശ്യമായിട്ടുള്ള തീപ്പെട്ടിക്കൊള്ളികളുടെ എണ്ണങ്ങളും തമ്മിലുള്ള ബന്ധം ഓക്കെ ഈ എഴുതിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നതാണ്. 1, 2, 3 തുടങ്ങിയ സംഖ്യകളെ 3 കൊണ്ട് ഗുണിച്ചിട്ട് 6 കൂട്ടിയാലാണ് തീപ്പെട്ടികളുടെ എണ്ണം കിട്ടുന്നത് അല്ലേ? 1നെ 3 കൊണ്ട് ഗുണിച്ച് 6 കൂട്ടി, 2നെ 3 കൊണ്ട് ഗുണിച്ച് 6 കൂട്ടി, അപ്പോൾ 12 കിട്ടി. മൂന്നാമത്തെ ചിത്രത്തിൽ 3നെ 3 കൊണ്ട് ഗുണിച്ച് 6 കൂട്ടി, അപ്പോൾ ആവശ്യമായ തീപ്പെട്ടികളുടെ എണ്ണം 15 കിട്ടി. ഇനി നാലാമത്തെ ചിത്രം വരയുകയാണെങ്കിൽ 3 ഗുണിക്കണം 4 + 6, അതാണ് നമ്മൾ എ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമ്മൾ എഴുതി 18. അപ്പോൾ ബന്ധം എഴുതിയല്ലോ. ഓക്കെ, ഈ എണ്ണൽ സംഖ്യകളെ 3 കൊണ്ട് ഗുണിച്ച ശേഷം 6 കൂട്ടിയാൽ ആവശ്യമായ തീപ്പെട്ടിക്കൊള്ളികളുടെ എണ്ണം കിട്ടും. ഇതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, ഇനി മൂന്നാമത്തെ സി ക്വസ്റ്റ്യൻ. ഈ
ഇത് ഈ പൊതുവായിട്ടുള്ള n-ാം പദം കണ്ടുപിടിക്കാനുള്ള nth ടേം കണ്ടുപിടിക്കാനുള്ള ബീജഗണിത വാചകം ആൾജിബ്രൈക് എക്സ്പ്രഷൻ അത് കണ്ടുപിടിക്കാനാണ് മൂന്നാമത്തെ ചോദ്യം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഈ ഓർഡറിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഈ ബന്ധത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇവിടെ 9, 12, 15, 18 ഇതൊക്കെയാണ് നമ്മുടെ ഈ സമാന്തര ശ്രേണിയിലെ പദങ്ങൾ. ഇതിലെ xn ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. n-ാം പദത്തിന് നമുക്ക് xn എന്ന് ആൾജിബ്രയിൽ ബീജഗണിത വാചകത്തിൽ നമുക്ക് xn എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, 3 ഇവിടെ മാറുന്നില്ലല്ലോ. എത്ര സ്റ്റെപ്പ് വന്നാലും 3 ഇവിടെ മാറാതെ ഒരു കോൺസ്റ്റന്റ് ആയി നിൽക്കുകയാണ്. അപ്പോൾ 3 തന്നെ നമുക്ക് ഇവിടെ എഴുതാം. അതുപോലെ 1, 2, 3, 4 അത് സംഖ്യകൾ n-നനുസരിച്ച് n 1 ആകുമ്പോൾ 1 വരും. അതുപോലെ n തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, 4ാമത്തെ സ്റ്റെപ്പിൽ 4 വന്നു. അപ്പോൾ nth ടേം 4th ടേം 4ാം പദം കണ്ടുപിടിക്കുമ്പോൾ 4 വരുന്നു. അതുകൊണ്ട് nth ടേം കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ n തന്നെ വരും. ഓക്കെ, പ്ലസ് 6 ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് 6 അതുപോലെ എഴുതാം. ഇനി ഇത് ഒന്ന് ഓർഡർ ആക്കി എഴുതി കഴിഞ്ഞാൽ xn സമം xn ഈക്വൽ ടു 3 ഗുണം n 3n എന്ന് ചെറുതാക്കി എഴുതാം പ്ലസ് 6. ഇതാണ് നമ്മുടെ n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഈ സമാന്തര ശ്രേണിയിലെ n-ാം പദം കണ്ടുപിടിക്കാനുള്ള ആൾജിബ്രൈക് എക്സ്പ്രഷൻ ബീജഗണിത വാചകം. ഓക്കെ, ഇതിൻ്റെ സ്കീം ആൻസർ കീ ഇങ്ങനാണ്. ഇത് നോക്കൂ, അടുത്ത രൂപമുണ്ടാക്കാൻ വേണ്ട കോലുകളുടെ എണ്ണം 18. അത് നമ്മൾ എഴുതി കഴിഞ്ഞു. ബി, ഇവിടെ 1, 2, 3 എന്നീ സംഖ്യകളിൽ ഓരോന്നിൻ്റെയും 3 മടങ്ങിനോട് 6 കൂട്ടിയത് 1, 2, 3 രൂപങ്ങളിൽ ഉപയോഗിച്ച കോലുകളുടെ എണ്ണമാണ്. സി എന്ന ശ്രേണിയുടെ xn ഇത് ഇവിടെ വേറൊരു രീതിയിൽ കണ്ടുപിടിച്ചതാണ്. ഏതായാലും ഉത്തരം 3n+6 ആണ്. തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി വരുന്ന ചോദ്യങ്ങൾ തുടർന്നുള്ള വീഡിയോകളിലായി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആർക്കെങ്കിലും നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചിട്ടുള്ള ഈ ചോദ്യ പേപ്പറിൻ്റെയും അതുപോലെ ഇതിൻ്റെ ആൻസർ കീയുടെയും PDF ഫയലുകൾ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ചുവടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ Gmail ID ഉൾപ്പെടെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും പരീക്ഷയിൽ ഉന്നത വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.